ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 56 റിവ്യൂ. ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലായിട്ടും ദാദാ ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ ആദരിക്കാനാണ് ഉപയോഗിച്ചത്. മോഹൻലാൽ കാറിൽ നിന്നിറങ്ങി ബിഗ് ബോസിന്റെ ആദരവ് സ്വീകരിച്ചുകൊണ്ട് ബിഗ് ബോസിലേക്ക് കയറുന്ന രംഗങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. മോഹൻലാലിനെ ആദരിച്ചതിന് ശേഷം ഹൗസിലുള്ളവരുടെ മോഹൻലാലിനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അനീഷിന്റെ ഓർമ്മകൾ പറഞ്ഞു. പിന്നെ താനൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പോകുകയാണെന്ന്, അതിൽ മോഹൻലാലിന് കഥ പറയാൻ ആഗ്രഹമുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മോഹൻലാൽ ടാസ്ക് കുളമാക്കിയതിനെ പറ്റി ചോദിക്കുന്നു. ഈ ബോട്ട് ടാസ്ക് കുളമാക്കും എന്ന് ആര്യം പറഞ്ഞതിനെ പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ആര്യം. ഈ ടാസ്ക് കുളമാക്കിയ മെയിനായിട്ടും അനുമോള്, അക്ബർ, ആദില, നൂറ, അനീഷ് എന്നിവരെ പറ്റിയാണ് ഓരോരുത്തരും പറഞ്ഞത്. അനുമോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടത്തി വിട്ടിരുന്നെങ്കിൽ ഈ ടാസ്ക് നടന്നേനെ എന്ന് ജിഷിൻ. ബിഗ് ബോസ് പറഞ്ഞ രീതിയിൽ മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് അനുമോൾ. ആർക്കും കിട്ടരുതെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ഒണിയിൽ ചെയ്തതെന്ന് മോഹൻലാൽ ഒനിലിനോട്. അനീഷ് എന്താ കുപ്പി തട്ടിപ്പൊടി. മോഹൻലാൽ ഒരു കുപ്പിയിൽ മാത്രം ചെറിയ മുടി കിട്ടിയതിന് അത് മാത്രം റിജക്റ്റ് ചെയ്യുന്നതിന് പകരം എല്ലാ കുപ്പികളും റിജക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുവെന്ന് അനീഷ്. മുടി മാത്രമല്ല, അത് മുഴുവൻ വൃത്തികേടായിരുന്നുവെന്നും അതിനകത്ത് കുറെ പൊടികളും കറുത്ത പൊടികളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അനുമോൾ. എന്തിനാണ് ലെമൺ ജ്യൂസിന്റെ മുകളിൽ കയറിയിരുന്നതെന്ന് ആദിലയോട് മോഹൻലാൽ. അനീഷിന്റെ അടുത്തുനിന്ന് ഒരു കുപ്പി ഞാൻ മോഷിച്ചിട്ട് പോയിട്ട് അത് തന്നെ കൊണ്ട് കൊടുത്തപ്പോൾ അനീഷ് സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ആദില. വെള്ളം മറച്ചിടുകയും കുപ്പി തട്ടി ഇടുകയും ചെയ്ത് എന്തിനാണെന്ന് നൂറയോട് മോഹൻലാൽ. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുള്ള അനീഷിനോട് ദേഷ്യം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നൂറ. ഷാനവാസിന്റെയും ആദിലയുടെയും നൂറയുടെയും അനുമോളുടെയൊക്കെ ഗ്രൂപ്പിസത്തെ പൊളിച്ച് മോഹൻലാൽ. ജിഷിനെ വോട്ട് ചെയ്ത് പുറത്താക്കിയത് ആരൊക്കെയാണെന്ന് മോഹൻലാൽ ചോദിച്ചു. ഷാനവാസ്, ആദില, നൂറ, ബിന്നി, അഭിലാഷ്, ഉണിയല് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. അനുമോൾ ആരെയും കയറ്റിവിടുവില്ലെന്ന് അറിയാവുന്നവരാണ് അവർക്ക് വോട്ട് ചെയ്തത്. ആർക്കും ഇമ്മ്യൂണിറ്റി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അത്. ടാസ്ക് കുളമാക്കിയെങ്കിലും ഇമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് കൊടുത്തല്ലേ മതിയാകൂ എന്ന് മോഹൻലാൽ. നിങ്ങൾ തീരുമാനിക്കുക ആർക്കാണ് കൊടുക്കേണ്ടത്. നല്ല പെർഫോമൻസ് വെച്ച് കൊടുക്കേണ്ടവരെ പറ്റി തീരുമാനിക്കാൻ മോഹൻലാൽ പറഞ്ഞിട്ട് മോഹൻലാൽ പോയി. കൂടുതൽ പേരും തിരഞ്ഞെടുത്ത് ആദിലയാണ്. ഷാനവാസ്, നൂറ, ബിന്നി, അങ്ങനെ പലരും. ആരെയാണ് തിരഞ്ഞെടുത്തതെന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ആദില എഴുന്നേറ്റ് നിന്നു. അപ്പോൾ മോഹൻലാൽ ചോദിച്ചു, ഇവരെ തന്നെയല്ലേ നിങ്ങൾ ജയിലിൽ പോകാൻ വേണ്ടി നോമിനേറ്റ് ചെയ്ത്? ആ ആൾക്കാരെ തന്നെ എങ്ങനെയാണ് ഇതിനു വേണ്ടി ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക? നല്ല പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഇവിടെ ഗ്രൂപ്പിസും ഫേവറീസുമാണ് കൂടുതൽ നടക്കുന്നതെന്ന് അനീഷ്. ഞങ്ങൾക്കും അങ്ങനെ തോന്നി എന്ന് മോഹൻലാൽ. സ്പൈക്കുട്ടൻ ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ട് ജലദോഷമൊക്കെ ആയിട്ട് വന്നേക്കോ, ഇമ്മ്യൂണിറ്റി കുറവ്, അതുകൊണ്ട് സ്പൈക്കുട്ടന് കൊടുക്കുന്നു എന്ന് മോഹൻലാൽ. അങ്ങനെ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി നഷ്ടമായി. കഴിഞ്ഞ വീക്കിൽ ഒട്ടും പെർഫോമൻസ് ചെയ്യാതെ ടാസ്ക് കുഴമാക്കുകയും വ്യക്തിവിരോധം വെച്ച് അവിടെ ഹൗസിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത ആദിലേക്ക് കൊടുക്കാനാണ് എല്ലാവരും തീരുമാനിച്ചത്. ഇത് ഗ്രൂപ്പിസം അല്ലാതെ മറ്റെന്തായിരുന്നു? ഷാനവാസും ആദിലയും നൂറയും ബിന്നിയും അനുമോളൊക്കെ അടങ്ങിയ ഗ്രൂപ്പിന്റെ നേതാവ് ഷാനവാസ് ആണോ? ഷാനവാസ് ആ ഗ്രൂപ്പിൽ അനീഷിനെ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജയിൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ജയിലിന്റെ അകത്ത് വെച്ച് ആദിലയും അനീഷും തങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നുവെന്ന് പറഞ്ഞ് ഒരു ഹാർട്ട് രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നു, ഇനി വേണമെങ്കിൽ പെങ്ങളുട്ടി കാർഡും പിടിക്കാം. അപ്പോൾ അനീഷ് പറഞ്ഞു, അതേതായാലും വേണ്ട, പെങ്ങളുട്ടി കാർഡും ആങ്ങളുട്ടി കാർഡും പിടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് അനീഷ്. ഷാനവാസിനോടുള്ള സൗഹൃദം അനീഷിന് ബാധ്യതയാവും. പതുക്കെ ഷാനവാസിന്റെ അടുത്ത് നിന്ന് മാറുന്നതായിരിക്കും അനീഷിന് നല്ലത്. ആ ഗ്രൂപ്പത്തിൽ അനീഷിനെ ചേർക്കാനുള്ള ഭയങ്കര പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ആദില മോഹൻലാലിനോട് ചോദിക്കുന്നു, വീട്ടിൽ കൊണ്ടുപോകാം എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒന്നോടെ പറയാവോ എന്ന് ആദില. അതിനെന്താ, വീട്ടിലേക്ക് വരാലോ എന്ന് മോഹൻലാൽ. വീണ്ടും ആദിലയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും വീട്ടിലേക്ക് വരാമെന്ന് മോഹൻലാൽ. അത് കേട്ട് അവിടെയുള്ളവരെല്ലാം കൈയടിച്ചു. മോഹൻലാൽ അന്ന് പറഞ്ഞ ശേഷം ആദിലയ്ക്ക് ഭയങ്കര അഹങ്കാരമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീക്കിൽ ഏറ്റവും അധികം നേറ്റിവിറ്റി പ്രേക്ഷകരുടെ നേടിയെടുത്തത് ആദില. ആര്യനെയും ജിസേലിനെയും പറ്റി അഭിലാഷ് മൊണിയലും പിന്നെയൊക്കെ പറയുന്നതിനെ പറ്റി മോഹൻലാൽ ചോദിക്കുകയും വീഡിയോ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ ലവ് ട്രാക്ക് ഉണ്ടോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. അവിടെയുള്ളവരുടെ എല്ലാം അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്നു. ചിലർ പറയുന്നവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്ന്, ചിലർ പറയുന്നു ചെറിയ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കുന്നുണ്ടെന്നും. ഏതായാലും അവർക്കൊരു ഹിന്റ് ഇട്ട് കൊടുക്കുകയാണ് മോഹൻലാൽ ചെയ്തത്. ജിസൈലിന്റെ പുറകെ നടന്ന ആര്യന്റെ ഗെയിം വീക്കായിട്ടുണ്ട്. മാത്രമല്ല ജിസൈലിന് വേറൊരു ഗെയിം അവിടെ ഇല്ല. ചപ്പാത്തി, ഭക്ഷണങ്ങൾ, ഫുഡ്, മേക്കപ്പ്, അങ്ങനെ അല്ലാതെ വേറൊരു ഗെയിമും ഇല്ല. 2 ആഴ്ചയായിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. ഈ ഹിന്റ് ജിസൈലിന് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ആഴ്ച തൊട്ട് ഗെയിം മാറുമെന്ന് നമുക്ക് കാണാം. ഗ്രൂപ്പിസം പൊളിയുമോ, ആര്യനും ജിസയും പിരിയുമോ, നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ?